ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. സ്വീറ്റ് കോൺ കൊണ്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ കേട്ടോ. അതിന് വേണ്ടി ഞാൻ 1.5 കപ്പ് സ്വീറ്റ് കോൺ ഇവിടെ ഞാനിപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നൊന്നായിട്ട് അങ്ങനെ എടുക്കാം, കുറച്ച് സമയം എടുക്കാം. അതുപോലെ നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് തിരിച്ചാൽ മതി കേട്ടോ. ഒരുപാട് തിരിച്ചാൽ നമുക്ക് ആ സ്വീറ്റ് കോണിലുള്ള വെള്ളമൊക്കെ മൊത്തത്തിൽ വരും. ഈ കാണിക്കുന്ന രീതിക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിലേക്കുള്ള കറിവേപ്പിലും ആവശ്യത്തിലേക്കുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിന് പോലെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് കടലമാവാണ്, ഒരു 4 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 ടീസ്പൂൺ അരിമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും പച്ചമുളകോ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വരട്ടെ. ഒരുപാട് അമർത്തി കുഴച്ചെടുക്കണ്ട കേട്ടോ. ഒരുപാട് അമർത്തി നമ്മൾ കുഴക്കുന്ന സമയത്ത് ആ സ്വീറ്റ് കോണിലുള്ള വെള്ളമൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അമർത്തി കുഴക്കേണ്ടതെന്ന് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. കുഴക്കേണ്ടതെന്നല്ല, മിക്സ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയും ഒരുവിധം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിൽ ചെറിയൊരു മാവിൻ്റെ ആ ഒരു അംശം പോലെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഒന്ന് സിമ്മിൽ വെച്ച് വെന്ത് വരാതെ, അതായത് സാധാരണ നമ്മൾ പക്കോട എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൽ കുറച്ചൊന്ന് സമയം കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് വേവാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവാനായിട്ട് സമയം കൊടുത്തതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ചെറിയൊരു കളർ വ്യത്യാസം കണ്ടില്ല. ഈ ഒരു രീതിക്ക് ആയ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സ്നാക്സാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതുപോലെ നമ്മൾ സ്നാക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ സ്വീറ്റ് കോൺ മേടിച്ചാൽ അധികം പേർക്കുള്ളത് സ്വീറ്റ് കോണെന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്നതാണ് ഒരുപാട് പേർക്ക് ഇഷ്ടം. എന്നാലും ഇതും ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതുപോലെ വേവിച്ച് വെക്കുമ്പോൾ അതിനേക്കാളും ഇപ്പോൾ എണ്ണ പലഹാരം എന്ന് പറയുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് എരിവായിട്ടുള്ളൊരു ചമ്മന്തിയും കൂടെ നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് കഴിച്ചു പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പം ഞാൻ വന്നിട്ട് മുളക് ചമ്മന്തിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ ചെറിയൊരു സോഫ്റ്റും. നമ്മുടെ സ്വീറ്റ് കോൺ വന്നിട്ട് ചെറിയ കഷ്ണങ്ങൾ, അതായത് ചെറുതായിട്ട് കുറച്ച് മുഴുവനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് കടിച്ച് കഴിക്കുന്ന രീതിക്ക് 1-2 അങ്ങനെ മുഴുവനായിട്ട് ഇരിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലൊരു മുളക് ചമ്മന്തി, നല്ല എരിവായിട്ടുള്ളൊരു മുളക് ചമ്മന്തിയും കൂടെ വയ്ക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. എന്താ പറഞ്ഞാലും നമ്മുടെ സ്വീറ്റ് കോൺ ചെറിയൊരു മധുരമാണല്ലോ. അപ്പോൾ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യാനുസരണം പോലെ മുളക് പൊടി ഇട്ട് കൊടുക്കും. എന്നാലും ഒരു എരിവുള്ള ഒരു ചമ്മന്തി കൂടെ ഉണ്ടെങ്കിലാണ് ഒന്നുകൂടി നല്ല പൊളിയായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.